ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 39 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 39 അധ്യായത്തിൽ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളത് നേരത്തെ ചിന്തിച്ചതാണ്. അപ്പം നിങ്ങൾ ആ അധ്യായം ഇന്ന് വായിക്കുക. എൻ്റെ ക്രമമനുസരിച്ച് വായിച്ചു വരുന്നുണ്ട്. ഞാനിന്ന് അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് നമ്മൾ വായിച്ചു വന്നപ്പോൾ വിട്ടുപോയ ചില ഭാഗങ്ങൾ, എനിക്ക് വിസ്തീർണം നൽകാൻ സാധിക്കാതെ പോയ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ സമാഗമന കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ക്രമമായി പറഞ്ഞതുകൊണ്ടാണ്. അതിലൊന്ന് 33 അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം യഹോവയെ ദൈവം ആവശ്യപ്പെട്ടു, അവരെ അണിയുന്നതായ ആഭരണം നീക്കിക്കളയണം. 32 അധ്യായത്തിൽ ആഭരണങ്ങൾ കൊണ്ടാണ് ജനത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്നറിയാം. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കുവാൻ കാരണമായ ആഭരണത്തെ നീക്കിക്കളയുവാൻ. 2, അന്യദേവന്മാരുടെ പേരുകളും അവരുടെ രൂപങ്ങളൊക്കെയാണ് ആഭരണങ്ങളിൽ അക്കാലങ്ങളിൽ അവർ കൊത്തിവെച്ചിരുന്നത്. മിസ്രൈമിലായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ആ ആഭരണങ്ങളും കൊണ്ടാണല്ലോ അവരവിടുന്ന് പോരുന്നത്. അവരോട് ചോദിച്ചു വാങ്ങിച്ച ആഭരണങ്ങളാണല്ലോ അതിൽ കൂടുതലുമുള്ളത്. അതിലെല്ലാം അവരവർ ആരാധിച്ചിരുന്ന അന്യദേവന്മാരുടെ രൂപങ്ങളും പടങ്ങളും പേരുകളും ഒക്കെ ആയിരുന്നിരിക്കുക. അതുകൊണ്ട് അത് നീക്കിക്കളയുവാൻ യഹോവയായ ദൈവം അവിടെ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കൂടാരവാതിൽക്കൽ മേഘസ്തംഭത്തിൽ ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിച്ചതുപോലെ യഹോവയായ ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച് നമ്മൾ വായിക്കുന്നു. മോശയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനുള്ള അവസരം. ആവർത്തന പുസ്തകത്തിൻ്റെ അവസാന വാക്യം തന്നെയാണല്ലോ. മോശയെപ്പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മുഖാമുഖം കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേഘത്തിലുമൊക്കെയാണത് കാണുന്നത്, ശബ്ദമാണ് കേൾക്കുന്നത്. എന്നാൽ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം നേരിട്ട് മോശയോട് സംസാരിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യഹോവയായ ദൈവം ഈ ജനത്തിൻ്റെ അന്യദൈവ ആരാധനകളും അവരുടെ ആ മത്സരമൊക്കെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് പോരുന്നില്ല, നീ അവരെയും കൊണ്ട് പോവുക. അപ്പോൾ മോശ യഹോവയായ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവമേ, നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ നീ അയക്കരുത്. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. ദൈവ സാന്നിധ്യമാണ് നമുക്ക് അനുഗ്രഹം. അതില്ലാതെയുള്ള പോക്ക് മോശക്കറിയാൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് ഇത് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. കാരണം ദൈവമാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. ആ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവം അവരോടൊപ്പമില്ല എങ്കിൽ അവരുടെ യാത്ര നിഷ്ഫലമാണെന്ന് മോശയ്ക്കറിയാം. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ നീ അയക്കരുത്. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും യാചിക്കേണ്ടതും ഒക്കെയും ആ ദൈവ സാന്നിധ്യത്തിനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും ആരാധിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ്. അതാണ് സന്തോഷം, അതാണ് പ്രത്യാശ, അതാണ് നമ്മുടെ ധൈര്യം. 22 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം കടന്നു പോകുമ്പോൾ മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ ദൈവം ആക്കി അവനെ അവിടെ സംരക്ഷിക്കുകയാണ്. ആരാണ് ഈ പാറ? 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പാറ ക്രിസ്തുവാണ്. പൗലോസ് സാഹചര്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലെ സമുദ്രത്തിൽ സ്ഥാനമേറ്റ് മോശയോട് ചേർന്ന് ഒരേ ആത്മീയ ആഹാരവും ഒരേ ആത്മീയ പാനീയവും അവർ കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. നമ്മുടെ കർത്താവും പത്രോസ്ലീഹായോട് പറഞ്ഞു, നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
കാരണം പത്രോസ് ആ പാറയുടെ ഭാഗമാണ്. ഗ്രീക്ക് ഭാഷയിൽ പെട്ര എന്നും പെട്രോസ് എന്നും രണ്ട് വാക്കുണ്ട്. പെട്ര എന്ന് പറഞ്ഞാൽ പാറ കഷണം, പെട്ര എന്ന് പറഞ്ഞാൽ അമ്മ പാറ, പെട്രോസ് എന്ന് പറഞ്ഞാൽ പാറ കഷണം. ക്രിസ്തുവിനോടുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മളും ആ പെട്രോസ് ആയി മാറുന്നൊരു അനുഭവം, ആ പാറയുടെ ഭാഗമായി നമ്മളും മാറും. അപ്പോൾ മോശയെ ഇവിടെ ദൈവം സംരക്ഷിച്ചത് ആ പാറയുടെ വിടവിലാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാണ് എന്നുള്ള കാര്യം ആ യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായി നമുക്കിത് കാണാവുന്നതാണ്. ഇനി 34-ാം അധ്യായം നമ്മൾ വരുമ്പോൾ മോശ വീണ്ടും 2 കൽപ്പനകളുമായി പർവ്വതമുകളിലേക്ക് കയറിപ്പോകേണ്ട സാഹചര്യം വരുന്നു. കാരണം മറ്റേത് എറിഞ്ഞു പൊട്ടിച്ചല്ലോ കാളക്കുട്ടിയെ കണ്ടപ്പോൾ. നീതിമാനായൊരു മനുഷ്യന് അനീതി കാണുമ്പോൾ, ധാർമ്മികനായൊരു മനുഷ്യന് അധർമ്മം കാണുമ്പോൾ കോപമുണ്ടാകും. എന്നാൽ ആ കോപത്തിൻ്റെ പ്രത്യേകത ഏറെ സമയം അത് നിലനിൽക്കുകയില്ല. സൂര്യൻ അസ്തമിക്കുവോളം ആ കോപം നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. വീണ്ടും യഹോവ പറഞ്ഞനുസരിച്ച് മോശ കൽപ്പനകളുമായി പർവ്വതമുകളിലേക്ക് ഇത് കയറിപ്പോവുകയാണ്. എന്നിട്ട് മോശ യഹോവയായ ദൈവത്തോട് അപേക്ഷിക്കുന്ന 9-ാം വാക്യത്തിൽ അവരുടെ മധ്യേ നീ നടന്ന് അവരുടെ പാപം ക്ഷമിച്ച് അവരെ അവകാശമാക്കുവാൻ മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഇസ്രായേൽ ജനം യഹോവയെ സംബന്ധിച്ച് യഹോവയുടെ അവകാശമാണ്, ആദ്യജാതനാണ്, യഹോവ പറയുന്നതാണ്. ആ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് അവരെ വിട്ടുകളയാതെ നിൻ്റെ അവകാശത്തെ നീ അവരോട് ക്ഷമിക്കണം എന്ന് മോശ ഒരു മധ്യസ്ഥ പ്രാർത്ഥന അവിടെ നടത്തുന്നുണ്ട്. 12-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ ദൈവം പറഞ്ഞ് ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുമായി ഒരു ഉടമ്പടി ചെയ്യാതെ നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. കാരണം പാപത്തോട് സഖ്യത കൂടാൻ പാടില്ല, ബഹുജനത്തെ അധികരിച്ച് പാപം ചെയ്യാൻ പാടില്ല. ചെല്ലുന്ന സ്ഥലത്ത് വലിയ സമ്മർദ്ദമുണ്ടാകും. കനാൻ ദേശത്ത് കനാന്യരുടെ വിജാതികളെ ആരാധിക്കുന്ന ആ ആരാധനയിലേക്കുള്ള വലിയ ഒരു സമ്മർദ്ദമുണ്ടാകുമ്പോൾ അവരുമായി നീ ഒരിക്കലും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ പാടില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് പാടില്ല എന്ന് യഹോവയായ ദൈവം ഇവിടെ കർശനമായി മോശയോട് ഇവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും 40 രാവും 40 പകലും മോശ പർവ്വതത്തിലായിരുന്ന് പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പനകളെ സ്വീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുക. 29 വാക്യം നമ്മൾ വായിക്കുമ്പോൾ മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്നാണ്. കാരണം ദൈവികമായ തേജസ് കൊണ്ട് മോശ അവിടെ നിറഞ്ഞു. 40 ദിവസം ദൈവത്തോടൊപ്പമായിരുന്ന വലിയ തേജസ്കരണത്തിൻ്റെ അനുഭവം, വലിയ തേജസ്സോടുകൂടിയാണ് മോശ ഇറങ്ങി വരുന്നത്. ജനത്തോട് സംസാരിക്കുമ്പോൾ ജനത്തിന് മോശയുടെ മുഖത്ത് കാണാൻ സാധിക്കാത്ത വിധത്തിൽ മോശയുടെ മുഖം ശോഭിച്ചുവെന്നാണ്. ജനത്തോട് സംസാരിക്കുമ്പോൾ മോശ മുഖത്തെ മൂടുപടമിട്ടു. അത്രമാത്രം ദൈവികമായ തേജസ്. നമ്മളും ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ ആ പ്രകാശം നമ്മിലേക്ക് ഇത് പകരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ചന്ദ്രൻ, അപ്പോൾ ആ ചന്ദ്രനിലേക്ക് പ്രകാശം വരുമ്പോൾ ഒന്ന് അതിൻ്റെ അന്ധകാരം മാറും, മറ്റുള്ളവർക്ക് ഈ ഭൂമിക്ക് പ്രകാശം കൊടുക്കുവാനുള്ള പ്രകാശം അതിന് ലഭിക്കും. ഇതേ സ്ഥാനത്താണ് നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഭൂമിയിൽ നമ്മൾ നിലനിൽക്കേണ്ടത്. ക്രിസ്തുവാകുന്ന ആ സൂര്യനിൽ നിന്ന് പ്രാപിക്കുന്നതായ വെളിച്ചം ലോകത്തിന് പകർന്നു കൊടുക്കുന്നവർ. അതാ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് തന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമുക്ക് ഓരോരുത്തരും അങ്ങനെ വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവവചനം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.